മെക്സിക്കോയുടെ തെരുവുകളിൽ ഇപ്പോൾ ഉയരുന്നത് പുകയല്ല, അതൊരു രാജ്യത്തിന്റെ നിലവിളിയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മെക്സിക്കോ ഇന്നൊരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആരാണ് ഇതിന് ഉത്തരവാദി? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നിരുന്ന ലാറ്റിൻ അമേരിക്കൻ സുന്ദരി ഇന്ന് ചോരയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഫെബ്രുവരി 22, 2026 മെക്സിക്കൻ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട ദിവസം. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്ന് മാഫിയ തലവൻ എൽ മെൻചോ കൊല്ലപ്പെട്ടു. മെക്സിക്കൻ സൈന്യത്തിന്റെ അതിശക്തമായ ഓപ്പറേഷനിലൂടെയാണ് ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ ഈ അധിപനെ വകവരുത്തിയത്. പക്ഷേ അതൊരു അവസാനമായിരുന്നില്ല, പകരം ഒരു വൻ സ്ഫോടനത്തിന്റെ തുടക്കമായിരുന്നു. മെൻചോയുടെ മരണത്തിന് പിന്നാലെ കാർട്ടൽ അംഗങ്ങൾ തെരുവിലിറങ്ങി, റോഡുകൾ ഉപരോധിച്ചു, ബസ്സുകൾക്ക് തീയിട്ടു, നഗരങ്ങളെ ബന്ദികളാക്കി. ഈ തീയുണ്ടകൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കളികളുണ്ട്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം ഇന്ന് ഒരു വശത്ത് സ്വന്തം രാജ്യത്തെ അക്രമി സംഘങ്ങളോടും മറുവശത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തോടും പോരാടുകയാണ്. അതിർത്തി കടന്നുവരുന്ന മയക്കുമരുന്നിനെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകുന്ന അന്ത്യശാസനങ്ങൾ മെക്സിക്കോയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇതിനിടയിലാണ് രാജ്യത്തെ ജുഡീഷ്യറിയിൽ ക്ലോഡിയ കൊണ്ടുവന്ന വിപ്ലവകരവും എന്നാൽ വിവാദവുമായ പരിഷ്കാരങ്ങൾ. ജഡ്ജിമാരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പുതിയ നിയമം മെക്സിക്കോയിലെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കി. ഇത് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും തമ്മിലുള്ള ഒരു തുറന്ന പോരിന് വരിവെച്ചു. ഇന്നു മെക്സിക്കോയിൽ ഭയമാണ് ഭരിക്കുന്നത്. ജാലിസ്കോ മുതൽ സിനലോവ വരെ കാർട്ടലുകൾ തമ്മിലുള്ള ചേരിതിരിഞ്ഞ യുദ്ധം. ആയിരക്കണക്കിന് ആളുകൾ കാണാതാകുന്നു. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഫിഫ ലോകകപ്പ് വേദിയാകാൻ ഒരുങ്ങുന്ന മെക്സിക്കോയിൽ നിന്ന് മത്സരങ്ങൾ മാറ്റണമെന്ന ആവശ്യം പോലും ഉയരുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇന്ന് പ്രേതനഗരങ്ങളായി മാറുന്നു. ഇതൊരു അധികാര തർക്കം മാത്രമല്ല, നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. തോക്കുകൾ സംസാരിക്കുമ്പോൾ നിയമങ്ങൾ നിശബ്ദമാകുന്ന കാഴ്ച. ക്ലോഡിയ ഷീൻബോമിന് ഈ തീയണയ്ക്കാൻ കഴിയുമോ? അതോ മെക്സിക്കോ ഈ രക്തച്ചൊരിച്ചിലിൽ വീണുടയുമോ? ലോകം കാത്തിരിക്കുന്നു മെക്സിക്കോയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി.